സോ നമുക്കിന്ന് +1 ബോട്ടണി യൂണിറ്റ് 3-ലെ ചാപ്റ്റർ 8 സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് പഠിച്ചു തുടങ്ങാം അല്ലേ. സോ ആദ്യം തന്നെ പറയട്ടെ, ഈ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ്. കുറച്ച് ബേസിക് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാൻ മാത്രമേ ഉള്ളൂ, ഒട്ടും കോംപ്ലക്സ് അല്ല. സോ നമുക്ക് വീഡിയോ ക്ലാസ്സസിലേക്ക് പോവാം. ആൻഡ് ദിസ് ഇസ് മീ അഞ്ജന. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് സെൽ എന്നറിയണം. സോ വാട്ട് ഈസ് എ സെൽ, ഡിഫൈൻ സെൽ, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്തോ എഴുതണം? സിമ്പിളല്ലേ, നമുക്ക് ഒറ്റ സെൻറ്റൻസിൽ ആൻസർ എഴുതാം. ദാറ്റ് ഈസ് സെൽ ഈസ് ദ ഫണ്ടമെൻ്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. സോ ഏതൊരു ജീവജാലം ആയിക്കോട്ടെ, ബാക്ടീരിയ, അതായത് മൈക്രോ ഓർഗാനിസംസോ പ്ലാന്റ്സോ അനിമൽസോ, ഇവരുടെ എല്ലാം ലൈഫിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ആൻഡ് സെല്ലിൻ്റെ ഡിസ്കവറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൻറ്റൺ വാൻ ല്യൂവൻഹുക്ക് എന്ന് പറയുന്ന ഒരു ഡച്ച് സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ടൊരു ലിവിങ് സെല്ലിനെ കണ്ടതും ഡിസ്ക്രൈബ് ചെയ്തതും. ശേഷം റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് സയൻറ്റിസ്റ്റ്, അദ്ദേഹമാണ് സെൽസിനകത്തുള്ള ന്യൂക്ലിയസിനെ ഡിസ്കവർ ചെയ്തത്. ശേഷം വർഷങ്ങൾ കഴിയുന്തോറും ഓരോ പുതിയ ടൈപ്പ് ഓഫ് സൊഫിസ്റ്റിക്കേറ്റഡ് മൈക്രോസ്കോപ്സിൻ്റെ എല്ലാം കണ്ടുപിടുത്തം വഴി നമുക്ക് സെല്ലിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് എല്ലാം റിവീൽ ചെയ്ത് അറിയാൻ സാധിച്ചു. സെൽ തിയറി. സോ ആദ്യം നമുക്ക് ഹിസ്റ്ററി ഓഫ് സെൽ തിയറി നോക്കാം. ഹിസ്റ്ററി ഓഫ് സെൽ തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആൾക്കാരുണ്ട്. അതിലാദ്യം നമുക്ക് 2 ആൾക്കാരെ നോക്കാം. ആദ്യം തന്നെ മാത്യസ് ഷ്ലീഡൻ. അദ്ദേഹം ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരുപാട് പ്ലാന്റ്സിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു, അതായത് ഒരുപാട് പ്ലാന്റ്സിനെ എക്സാമിൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് വിച്ച് ഫോം ദ ടിഷ്യൂസ് ഓഫ് ദ പ്ലാന്റ്സ്. അതായത് എല്ലാ പ്ലാന്റ്സിലും ഒരുപാട് ടൈപ്സ് ഓഫ് സെൽസ് ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്യസ് ഷ്ലീഡൻ 1838 പറഞ്ഞു. ശേഷം തിയോഡോർ ഷ്വാൻ, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം സ്റ്റഡി നടത്തിയത് അനിമൽ സെൽസിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സെൽസ് ഹാഡ് എ തിൻ ഔട്ടർ ലെയർ വിച്ച് ഇസ് ടുഡേ നോൺ ആസ് പ്ലാസ്മ മെംബ്രെയിൻ. സോ സെൽസിന് പുറത്തായിട്ട് ഒരു തിൻ ഔട്ടർ ലെയർ ഉണ്ട്, അതായത് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞത് തിയോഡോർ ഷ്വാനാണ്. ആൻഡ് അദ്ദേഹം അനിമൽ സെൽസിൽ മാത്രമല്ല, ശേഷം പ്ലാന്റ് ടിഷ്യൂസിലും സ്റ്റഡി നടത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രസൻസ് ഓഫ് സെൽ വാൾ ഈസ് എ യുണീക്ക് ക്യാരക്ടർ ഓഫ് ദ പ്ലാന്റ് സെൽസ്. ഇവർ രണ്ടുപേരുടെയും കണ്ടുപിടുത്തങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഫസ്റ്റ് ഫോം ഓഫ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. സോ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ ടുഗെദർ പ്രപ്പോസ്ഡ് ദാറ്റ് ദ ബോഡീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. പക്ഷെ ഒരു പ്രശ്നം പറ്റിപ്പോയത് എന്തെന്ന് വെച്ചാൽ, പുതിയ സെൽസ് എങ്ങനെയാണ് ഉണ്ടായി വരുന്നേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇവർക്ക് 2 പേർക്ക് സാധിച്ചില്ല. അപ്പോഴത് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് അടുത്ത ആൾ വന്നില്ലേ, 1855 റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസ് ഡിവൈഡ് ചെയ്താണ് ന്യൂ സെൽസ് ഉണ്ടാകുന്നത്. സോ ഷ്ലീഡൻ, ഷ്വാൻ ആൻഡ് വിർഷോ, ഇവർ 3 പേരുടെയും കണ്ടുപിടുത്തങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇന്ന് വേൾഡിലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സെൽ തിയറി ഉണ്ടായത്. സോ സെൽ തിയറി ടെൽസ് us that all living organisms are composed of cells and products of cells. Cell is the basic unit of life in all living things. All cells arise from pre-existing cells. Cell theory ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓവർവ്യൂ ഓഫ് സെൽ. സോ നമുക്കറിയാം, സെൽസ് പ്രൊക്കാരിയോട്ടിക് സെൽസും ഉണ്ട്, യുക്കാരിയോട്ടിക് സെൽസും ഉണ്ട്. പ്രൊക്കാരിയോട്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. അവരുടെ ജനറ്റിക് മെറ്റീരിയൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീലി അറേഞ്ച്ഡ് ആയിരിക്കും. Whereas in eukaryotes, they have a well-defined nucleus in which their genetic material is arranged. And so many other differences are there. So നമുക്കതെല്ലാം വഴിയെ നോക്കി വരാം, ആദ്യമേ എല്ലാം കൂടി പറയണ്ടല്ലോ. So first of all, prokaryotic cells. So best examples for prokaryotes എന്ന് പറയുന്നത് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്കോപ്ലാസ്മ ആൻഡ് PPLO. PPLO stands for പ്ലൂരോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ആൻഡ് ഇവരുടെ സൈസ് ടിപ്പിക്കലി മൈക്രോമീറ്റർ റേഞ്ചസിലായിരിക്കും. ഇത് വളരെ സ്മോളറാണ് ആൻഡ് ദേ മൾട്ടിപ്ലൈ മോർ റാപ്പിഡ്ലി ദാൻ ദ യുക്കാരിയോട്ടിക് സെൽസ് ആൻഡ് വെരി ഗ്രേറ്റ്ലി ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. 4 ബേസിക് ഷേപ്സ് ഓഫ് ബാക്ടീരിയ. സോ ബാക്ടീരിയസിൽ 4 ബേസിക് ഷേപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ബാസിലസ്, ഒരു റോഡ് ഷേപ്പ്. കോക്കസ്,
ഒരു സ്പെരിക്കൽ ഷേപ്പ്. ദെൻ വിബ്രിയോ ഒരു കോമ ഷേപ്പ് ആൻഡ് സ്പൈറെല്ലാം ഒരു സ്പൈറൽ ഷേപ്പ്. സോ ദീസ് ആർ ദ 4 ബേസിക് ഷേപ്സ് ഓഫ് ബാക്ടീരിയ. അടുത്തതായി, so prokaryotes have a cell wall surrounding the cell membrane except in mycoplasma. സോ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് സെൽ വോൾ ഉണ്ട്, പക്ഷേ മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ല. ഫ്ലൂയിഡ് മെട്രിക്സ് ഫില്ലിംഗ് ദ സെൽ ഇസ് എ സൈറ്റോപ്ലാസം. സോ മോസ്റ്റ് ഓഫ് ദി റീജിയൻ ഇൻസൈഡ് ദ സെല്ലിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന ഒരു ഫ്ലൂയിഡ് മെട്രിക്സിനെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. They don't have a well-defined nucleus. The genetic material is basically naked, not enveloped by a nuclear membrane. Many bacteria have smaller circular DNA outside the genomic DNA called plasmids. The plasmid DNA confers unique phenotypic character like resistance to antibiotics. So, നിങ്ങൾ ഫിഗറിൽ ശ്രദ്ധിച്ചേ, ഒരു genetic material DNA is already present, but other than that there is a small circular DNA in the cytoplasm. അതിനെ പറയുന്ന പേരാണ് പ്ലാസ്മിഡ് DNA. ആൻഡ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആ ബാക്ടീരിയയ്ക്ക് ചില പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ റെസിസ്റ്റൻസ് ടു വേരിയസ് ആൻറ്റിബയോട്ടിക്സ്. No organelles are found in prokaryotic cells except for ribosomes. So നമ്മൾ യൂക്കാരിയോട്ടിക് സെൽസിൽ ഒരുപാട് ഓർഗനൽസ് ഉണ്ട്, ലൈക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി, ലൈസോസോം. അങ്ങനത്തെ ഓർഗനൽസ് ഒന്നും പ്രൊക്കാരിയോട്ടിക് സെൽസിനില്ല, പക്ഷേ അവർക്ക് റൈബോസോം ഉണ്ട്. A specialized differentiated form of cell membrane called mesosome is a characteristic of prokaryotes. They are essentially infoldings of the cell membrane. So നോക്കിക്കേ, ഈ ഒരു ഗ്രേ പാർട്ട് കാണുന്നില്ലേ സെൽ മെംബ്രെയിൻ. സോ ആ സെൽ മെംബ്രെയിനിൽ ഒരു ഇൻഫോൾഡിങ് പോലെ കണ്ടില്ലേ, ഒരു അകത്തേക്ക് ഒരു ഇൻഫോൾഡിങ്. ആ ഒരു ഇൻഫോൾഡിങ്ങിന് പറയുന്ന പേരാണ് മീസോസോം. ഓക്കെ. സെൽ എൻവലപ്പ് ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻസ്. സോ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അകത്തുള്ള കണ്ടൻസിനെ വളരെ നല്ല രീതിയിൽ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണല്ലേ എൻവലപ്പ്. ഇപ്പോൾ ലെറ്റർ എൻവലപ്പ് എന്ന് പറയുമ്പോൾ ലെറ്ററിനെ കവർ ചെയ്തിരിക്കുന്ന ആളാണ് എൻവലപ്പ്. സോ അതുപോലെ നമ്മുടെ പ്രൊക്കാരിയോട്ടിക് സെൽസിനും ഉണ്ട് എൻവലപ്പ്. സോ ദ സെൽ എൻവലപ്പ് കൺസിസ്റ്റ് ഓഫ് ടൈറ്റ്ലി ബൗണ്ട് 3 ലെയേർഡ് സ്ട്രക്ചർ. സോ പ്രൊക്കാരിയോട്ടിക് സെൽസിലെ സെൽ എൻവലപ്പിന് 3 ലെയേഴ്സാണുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഗ്ലൈക്കോകാലിക്സ്, അതിന് തൊട്ടകത്തായിട്ട് സെൽ വോൾ, അതിന് അകത്തായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ. സോ ഇങ്ങനെ ഒരു 3 ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് പ്രൊക്കാരിയോട്ടിക് സെൽസിൻ്റെ സെൽ എൻവലപ്പിനുള്ളത്. Bacteria can be classified into 2 on the basis of the difference in cell envelope and the manner in which they respond to staining procedure developed by Hans Christian Gram. ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം ബാക്ടീരിയസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയിനിങ് പ്രൊസീജിയർ കണ്ടുപിടിച്ചു. അതിനെ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നു. ഒരു വലിയൊരു സ്റ്റെയിനിങ് പ്രൊസീജിയറാണ്, അതൊന്നും നമുക്കറിയണ്ട. സോ ആ സ്റ്റെയിനിങ് പ്രൊസീജിയറിനോട് ബാക്ടീരിയാസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിൻ്റെ ബേസിസിലും ബാക്ടീരിയസിലുള്ള സെൽ എൻവലപ്പിൻ്റെ ബേസിസിലും ബാക്ടീരിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. ഗ്രാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രാം സ്റ്റെയിനെ ടേക്കപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഗ്രാം പോസിറ്റീവ് ആകുന്നു, ഗ്രാം സ്റ്റെയിനെ ടേക്കപ്പ് ചെയ്യാത്ത ബാക്ടീരിയാസ് ഗ്രാം നെഗറ്റീവ് ആകുന്നു. സോ നിങ്ങൾക്ക് ആ ഫിഗറിൽ നോക്കിയാൽ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ കഴിഞ്ഞ് നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ വ്യൂ ചെയ്യുമ്പോൾ ബാക്ടീരിയാസിനെ എങ്ങനെ കാണാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വേഴ്സസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. സോ നമുക്ക് ഗ്ലൈക്കോ കാലിക്സ് എന്താണെന്ന് നോക്കിയാലോ. സോ ഡിഫറെൻറ്റ് ബാക്ടീരിയാസിന് ഗ്ലൈക്കോ കാലിക്സിൻ്റെ കോമ്പോസിഷനും പലതായിരിക്കും, അതിൻ്റെ തിക്നെസ്സും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഗ്ലൈക്കോ കാലിക്സ് ക്യാൻ ബി ഓഫ് 2 types, that is slime layer and capsule. Slime layer means a loose sheath-like structure, whereas capsule means they are thick and tough. സോ ചില ബാക്ടീരിയാസിൻ്റെ ഗ്ലൈക്കോ കാലിക്സ് സ്ലൈം ലെയർ ആയിരിക്കും, വേറെസ് ചില ബാക്ടീരിയാസിന് ക്യാപ്സ്യൂൾ ആയിരിക്കും. അപ്പം ഗ്ലൈക്കോ കാലിക്സിന് തൊട്ട് ഇന്നറായിട്ട് ആരാണുള്ളത്? സെൽ വാളാണുള്ളത്. സോ സെൽ വാൾ ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ദ സെൽ ആൻഡ് പ്രൊവൈഡ്സ് എ സ്ട്രോങ് സ്ട്രക്ചറൽ സപ്പോർട്ട് ടു പ്രിവെൻറ്റ് ദ ബാക്ടീരിയം ഫ്രം ബേഴ്സ്റ്റിംഗ് ഓർ കൊളാപ്സിങ്. സോ നിങ്ങൾ കാണുന്നില്ലേ, ഏറ്റവും ഔട്ടറായിട്ട് ക്യാപ്സ്യൂൾ എന്ന് എഴുതിയേക്കുന്നുണ്ടോ? ക്യാപ്സ്യൂളാണ് ഗ്ലൈക്കോ കാലിക്സ്. സോ ഈ ബാക്ടീരിയയുടെ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്നത് ക്യാപ്സ്യൂളാണ്, അത് തിക്ക് ആൻഡ് ടഫ് ആണ്. ദെൻ അതിന് തൊട്ട് ഇന്നറായിട്ട് ആരുണ്ട്? സെൽ വാൾ ഉണ്ട്. ഓക്കെ.
നെക്സ്റ്റ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ അപ്പം സെൽ വാളിന് തൊട്ട് ഇന്നറായിട്ടായിരിക്കും സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ വരുന്നത്. അവർ സെമി പെർമിയബിൾ ആണ് ആൻഡ് ദ ഇൻറ്ററാക്ട്സ് വിത്ത് ഔട്ട്സൈഡ് വാൾ. ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആർ സിമിലർ ഇൻ ബോത്ത് പ്രൊക്കാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. അത് നമുക്കിനി വഴിയെ അതും നോക്കി വരാം. സോ നെക്സ്റ്റ് മീസോസോം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്ലാസ്മ മെംബ്രെയിനിലുള്ള ഇൻഫോൾഡിങ്സ്, അതാണ് മീസോസോം എന്ന് പറയുന്നത്. ആൻഡ് ദീസ് എക്സ്റ്റൻഷൻസ് ആർ ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ്, ട്യൂബ്യൂൾസ് ആൻഡ് ലാമെല്ലേ. മീസോസോമിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സെൽ വാൾ ഫോർമേഷൻ, DNA replication and distribution to daughter cells, respiration, secretion process, to increase the surface area of the plasma membrane and enzymatic contents. So മീസോസോം ഒരു ചെറിയ ആളല്ല, മീസോസോം ഒരു വലിയ ആളാണ്. ചില പ്രൊക്കാരിയോട്സ് ലൈക്ക് cyanobacteria, there are other membranous extensions in the cytoplasm called chromatophores which contain pigments. So cyanobacteria പോലുള്ള other prokaryotes-ന് other membranous extensions ഉണ്ട് like that of mesosome and they are called as chromatophores. അവർക്ക് ആ chromatophores-നകത്ത് pigments ഉണ്ട്. Pigments means colored substances. ഫ്ലജെല്ല. എന്താണ് ഫ്ലജെല്ല എന്ന് നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ബാക്ടീരിയൽ സെൽസ് ക്യാൻ ബി മൊട്ടൈൽ ഓർ നോൺ മൊട്ടൈൽ. അതായത് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാം അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റാതിരിക്കാം. സോ ഇഫ് മൊട്ടൈൽ, അതായത് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ദേ ഹാവ് എ തിൻ ഫിലമെൻറ്റസ് എക്സ്റ്റൻഷൻസ് ഫ്രം ദെയർ സെൽ വോൾ കോൾഡ് ഫ്ലജെല്ല. സോ മൂവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസിന് ഒരു ഫിലമെൻറ്റസ് എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. ഫിഗറിൽ കണ്ടോ ഒരു വാല് പോലെ വരുന്ന ഇതാണ് ബാക്ടീരിയൽ ഫ്ലജെല്ല. ബാക്ടീരിയ ഷോ എ range in the number of arrangement of the flagella. Bacteria show a range in the number and arrangement of flagella. So flagella can be of one അല്ലെങ്കിൽ more than one. അവരുടെ അറേഞ്ച്മെൻറ്റിലൊക്കെ പല ബാക്ടീരിയസിനും പല രീതിയിലാണ്. Bacterial flagellum is composed of 3 parts: filament, hook and basal body, among which filament is the longest portion and extends from the cell surface to the outside. Then comes pili and fimbriae. So pili and fimbriae എന്ന് പറയുന്നതും സെൽ സർഫസ് സ്ട്രക്ചേഴ്സ് തന്നെയാണ്, പക്ഷേ അവർക്ക് മൂവ്മെൻറ്റിൽ ഒരു റോളും ഇല്ല. മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് ആരാണ്? ഫ്ലജെല്ലയാണ്. വേറെ pili and fimbriae do not have any role in motility. The pili are elongated tubular structures made of a special protein. നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ടോ? ഈ സൂചി പോലത്തെ റെഡ് കളറാണ് ആരെന്ന് പറയുന്നത്? പിലൈ. ആൻഡ് അവർ ഫിംബ്രെയിനെക്കാളും ലോങ്ങറാണ്, മേ ബി പ്രസൻറ്റ് സിംഗ്ലി ഓർ ഇൻ പെയർസ്. ആൻഡ് അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് അഡ്ഹിയർ ടു അനദർ ബാക്ടീരിയം ഡ്യൂറിങ് DNA ട്രാൻസ്ഫർ. ബാക്ടീരിയാസ് തമ്മിൽ DNA ട്രാൻസ്ഫർ നടക്കുമ്പോൾ ബാക്ടീരിയകളെ തമ്മിൽ അഡ്ഹിയർ ചെയ്തത് ചേർന്നിരിക്കാൻ സഹായിക്കുന്ന ആളാണ് പിലൈ. ഫിംബ്രെ എന്ന് പറയുമ്പോൾ ദേ ആർ സ്മോൾ ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ് സ്പ്രൗട്ടിംഗ് ഔട്ട് ഓഫ് ദി സെൽ. In some bacteria, they are known to help attach the bacteria to rocks and streams and also to host cells. നിങ്ങൾ ഫിഗർ കാണുന്നു ആ മുള്ളു പോലെ ഇരിക്കുന്നതാണ് ഫിംബ്രെ. സോ അവർക്ക് ബ്രിസിൽ ലൈക്ക് ആണ്, ദേ മേ ബി പ്രസൻറ്റ് ഇൻ മൾട്ടിപ്പിൾ നമ്പേഴ്സ് ആൻഡ് അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു അഡ്ഹിയർ ടു റോക്സ് ഇൻ സ്ട്രീം ആൻഡ് ഓൾസോ ടു ദ ഹോസ്റ്റ് സെൽസ്. നെക്സ്റ്റ് റൈബോസോം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ പ്രൊക്കാരിയോട്ടിക് സെൽസിന് ഓർഗനൽസ് ഇല്ല, പക്ഷേ റൈബോസോം ഉണ്ട്. So ribosomes are associated with the plasma membrane of the cell and the function of the ribosome is protein synthesis. So ribosomes are the site of protein synthesis. And prokaryotes-ലെ ribosomes എന്ന് പറയുമ്പോൾ ഒരു 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. സോ മെയിൻലി റൈബോസോംസ് എന്ന് പറയുമ്പോൾ ഒരു 2 സബ് യൂണിറ്റ് സ്ട്രക്ചറാണ്. സോ നമ്മൾ 2 കൈകൾ ഇങ്ങനെ കൂപ്പി വയ്ക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ മനസ്സിലാലോചിക്കുക. സോ ഒരു സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 50S, ഒരു സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 30S. എസ് എന്ന് പറയുന്നത് സ്വെറ്റ്ബർഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. സോ ഈ 2 സബ് യൂണിറ്റ്, ഒരു ലാർജർ സബ് യൂണിറ്റ് 50S-ഉം സ്മോളർ സബ് യൂണിറ്റ് 30S-ഉം കൂടെ ചേർന്നിട്ടാണ് പ്രൊക്കാരിയോട്ടിക് റൈബോസോം 70S ഉണ്ടാകുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൊക്കാരിയോട്ടിക് റൈബോസോമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 50 നാനോമീറ്റർ ടു 20 നാനോമീറ്റർ ആണ്. Several ribosomes may attach to a single mRNA and form a chain called a polyribosomes or polysome.
സോ DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA ആവുന്നു, mRNA ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ആവുന്നു. സോ ഇതാണ് ആ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു വലിയൊരു കോംപ്ലക്സ് ഏരിയ ആണ്. സോ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. സോ DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഒരു mRNA ഉണ്ടാവുമ്പോൾ അവർ mRNA, സോ ഇതിപ്പോൾ കൺസിഡർ ദിസ് ഇസ് എ സിംഗിൾ mRNA. സോ സംടൈംസ് ഈ ഒരു സിംഗിൾ mRNAയിൽ ഒരുപാട് റൈബോസോംസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും. ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പോളിറൈബോസോംസ് അല്ലെങ്കിൽ പോളിസോം. The ribosomes of the polysome translate mRNA into proteins. mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രോട്ടീൻസ് ആക്കുന്നത് ഈ പോളിറൈബോസോംസിലുള്ള റൈബോസോംസ് ആണ്. Next come inclusion bodies. So inclusion bodies എന്ന് പറയുന്നത് the reserve material in prokaryotic cells are stored in cytoplasm in the form of inclusion bodies. The reserve food materials ആയിക്കോട്ടെ, such kind of materials are stored in the form of inclusion bodies. So നിങ്ങൾ ആ ഫിഗറിൽ കാണുന്നുണ്ടോ കുഞ്ഞു കുഞ്ഞു ഗ്രെയിൻസ് പോലെ, അതാണ് inclusion bodies. ആൻഡ് അവർ ഒരു മെംബ്രെയിൻ സിസ്റ്റമായിട്ട് ബൗണ്ട് അല്ല, ആൻഡ് ദേ ലൈഫ് ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. ഫോർ എക്സാമ്പിൾ ഫോസ്ഫേറ്റ് ഗ്രാനുൾസ്, സയനോഫൈസിയൻ ഗ്രാനുൾസ് ആൻഡ് ഗ്ലൈക്കോജൻ ഗ്രാനുൾസ്. ആൻഡ് ഓൾസോ ഗ്യാസ് വാക്യൂൾസ് ആർ ഫൗണ്ട് ഇൻ ബ്ലൂ, ഗ്രീൻ ആൻഡ് പേർപ്പിൾ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. സോ ഇത്രയും പറഞ്ഞൊക്കെ തന്നെ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ, ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. സോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കാനായിട്ടേ ഉള്ളൂ. സോ ഈ ചാപ്റ്റർ കുറച്ചുകൂടി ക്ലാസ്സസ് നമുക്ക് വേണ്ടി വരും. 1-2 ക്ലാസ്സസ് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റും. സോ നിങ്ങൾ എൻ്റെ വീഡിയോസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് സ്റ്റഡി വെൽ.